Hi friends, welcome to our channel. Today we are going to explore the Red Fort of Delhi. Today we are intro പറഞ്ഞു. Hi friends, I am Alice. Welcome to airport. Red Fort. Red Fort. അപ്പോൾ ഫ്രണ്ട്സ്, പിള്ളേർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ റെഡ് ഫോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗേറ്റിന് ശേഷം ഞങ്ങൾ രണ്ടാമതായിട്ട് വന്നത് റെഡ് ഫോർട്ടിലാണ്. റെഡ് ഫോർട്ടിന്റെ നൈറ്റ് വ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം. റെഡ് ഫോർട്ടിന് ഇവിടെ എല്ലാവരും പറയുന്നത് ലാൽ കില എന്നാണ്. കുറെ അധികം സ്ഥലത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കാണ്. രാത്രി ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും ഇതിനെ റെഡ് ഫോർട്ട് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഷാജഹാനാണ് ഇത് പണിതതെന്ന്. അതുപോലെ വേറൊരു കാര്യം അറിയാവുന്നത് റെഡ് ഫോർട്ടിനെ കുറിച്ച് കേട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് ഉയർത്തുന്നത് ഈ റെഡ് ഫോർട്ടിൽ വെച്ചാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വിസിറ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തായാലും സാധിച്ച്. ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. കടന്നു പോണോ? നമുക്ക് അവിടെ കൂടി ഒന്ന് കടന്നു പോയി നോക്കാം. അവിടെ എന്താണെന്ന് നോക്കാം. അവിടെ നമുക്ക് പോയി നോക്കാം. അവിടെ ഒരു ഗുഹയാണ്. ഇപ്പൊ നമ്മൾ ഇത്ര റോഡിൽ പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, ഈ ബിൽഡിംഗ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് അത്ഭുതമാണ് വരുന്നത്. കാരണം ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇതിൻ്റെ ഓരോ ഇതും കാണുമ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പണിത യാതൊരുവിധ ഫെസിലിറ്റീസും ഇല്ലാത്ത അന്നത്തെ ടൈമിൽ പണിത ഒരു ബിൽഡിംഗ് ആയിട്ട് തോന്നേയില്ല. അത്രയ്ക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ റെഡ് ഫോർട്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ വന്ന് കാണേണ്ടിയിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. കാരണം ഇതിൽ നമ്മുടെ കുറേ ഹിസ്റ്ററിയൊക്കെ പണ്ട് നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ പഠിക്കുമ്പോഴും ഇതിൻ്റെ ഫോട്ടോയൊക്കെ കാണുമ്പോഴത്തേക്കും ഒക്കെ നമുക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ കൺസ്ട്രക്ഷനൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതം വരണത്. എല്ലാവരും വരണം ഗൈസ്. കഷ്ടമായിപ്പോയി ഗൈസ്, നഷ്ടമായിപ്പോയി. ഞങ്ങൾ വന്നത് കുറച്ച് വൈകിപ്പോയി. 5:30 ക്ലോസ് ചെയ്തെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയുള്ളൊരു വ്യൂ ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിൽ തന്നെ വലിയ സന്തോഷം. എന്തായാലും ഇനി ഒരു ദിവസം ഇനി ഡൽഹിയിൽ മാത്രമായിട്ട് വന്നിട്ട് ഇതെല്ലാം കാണണം. അത് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും ഇത് കണ്ടിരിക്കും ഞാൻ. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ റെഡ് ഫോർട്ട് ശരിക്കും ഇരിക്കുന്നത് ഈ ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പഴയ തെരുവായിട്ടുള്ള ചാന്ദിനി ചൗക്കിലാണ്. ഈ റെഡ് ഫോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. നിങ്ങൾ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു മനോഹരമായ ഒരു മന്ദിരം കാണാം, ഒരു ടെമ്പിൾ കാണാം. അതാണ് ഡിഗംബാർ ജെയിൻ മന്ദിർ എന്ന് പറയും. അതായത് ജൈനമതത്തോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഇത് നല്ല രാത്രി കാണാൻ കണ്ടില്ല, നല്ല ഭംഗിയാണ്. ലൈറ്റൊക്കെ ഇട്ട് പല കളറിലുള്ള ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് കാണുന്ന ഒരു മന്ദിരമാണിത്. അതിൽ ഞങ്ങൾ ഒന്ന് കണ്ടിട്ട് ഡയറക്റ്റ് ഞങ്ങൾ പോയത് ഈ നമ്മുടെ ചാന്ദിനി ചൗക്കിലുള്ള കുറച്ച് ഷോപ്പിലൊക്കെ ഒന്ന് കയറി. പിന്നെ അധികം സമയം നിന്നില്ല, കാരണം ഞങ്ങളുടെ സമയം ഓൾമോസ്റ്റ് വൈകി. ഞങ്ങൾക്ക് നാളെ ഒരു 9:30-10 മണിയാകുമ്പോൾ കുളുവിൽ എത്താനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം അവിടെ നിന്നില്ല. പിന്നെ ഫുഡ് ഇനി ഇവിടെ നിന്ന് കഴിക്കാൻ നിന്നാലും പിന്നെയും ബ്ലോക്ക് വരും. അതുകൊണ്ട് തന്നെ ഫുഡും അവിടെ നിന്ന് കഴിച്ചില്ല. നേരെ ഞങ്ങൾ പോയത് കുളുവിലേക്കാണ്.
പോകുന്ന വഴി അവിടെ ഒരു ഹോട്ടലുണ്ട്, ശിവാധാബ. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഡ്രൈവർ ഒരു പഞ്ചാബിക്കാരനാണ്. അപ്പോൾ പുള്ളി അങ്ങനെ ശിവാധാബ എന്ന് പറയുന്ന ഹോട്ടൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെയാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഡയറക്റ്റ് ഞങ്ങൾ പോകുന്നത് കുളുവിലേക്കാണ്. നമുക്കറിയാലോ, കുളു എന്ന് പറയുന്നത് ഡൽഹി കഴിഞ്ഞിട്ട് 2 സ്റ്റേറ്റ് കവർ ചെയ്താലാണ്, കാറിൽ 2 സ്റ്റേറ്റ് കവർ ചെയ്താലാണ് കുളുവിലെത്തുള്ളൂ. ഹരിയാന, പഞ്ചാബ് 2 സ്റ്റേറ്റ് കവർ ചെയ്യണം. ഏകദേശം 9:30-10 മണിയാകുമ്പോൾ എത്തുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുളുവിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ, നിങ്ങൾ ഈ വീഡിയോ മാത്രമല്ല ഇതിന് മുമ്പുള്ള വീഡിയോസും കാണുക. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.